നാം ചിന്തിക്കണം. അതുപോലെ തന്നെയല്ലേ നമുക്കൊരു പ്രസംഗം കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ നല്ലൊരു സത്യം കേൾക്കുമ്പോഴോ നമുക്ക് നന്നാവാനുള്ള ഒരു ആഗ്രഹമുണ്ട്, അള്ളാഹുവിനോട് വല്ലാണ്ട് ഭയമുണ്ട്. എന്നാൽ നമുക്ക് ആ പള്ളിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ആ പ്രസംഗങ്ങൾ കേട്ട് 2-3 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്കൊരു ചിന്തയില്ല, ആ ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് പോയി കഴിഞ്ഞു. അപ്പോൾ ഞാൻ ചിന്തിക്കണം, നമ്മുടെ ഈമാനിന്റെ അത്രയേ ഉള്ളൂ. ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു അവിടെ നിന്ന് കരഞ്ഞത്. സ്വഹാബാക്കളോട് ഈ കാര്യം പറഞ്ഞപ്പോൾ സ്വഹാബാക്കൾ ചിന്തിച്ചു പോയി. നമ്മളും അതുപോലെ തന്നെയല്ലേ? എല്ലാവരും അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഹബീബായ തങ്ങളുടെ ഹദ്റത്തിലേക്ക് പോയിക്കൊണ്ട് തങ്ങളോട് ഈ കാര്യം പറഞ്ഞപ്പോൾ ഹബീബായ തങ്ങൾ അവിടെ നിന്ന് സ്വഹാബാക്കളോട് പറയുകയാണ്, സ്വഹാബാ അൽ ഈമാനു യസീദു വ യഖ്സുറു. ഹബീബായ തങ്ങളോട് ഈ കാര്യങ്ങൾ സ്വഹാബാക്കൾ പറഞ്ഞപ്പോൾ ഹബീബായ തങ്ങൾ അവിടെ നിന്ന് സ്വഹാബാക്കളോട് പറയുകയാണ്, സ്വഹാബാ അൽ ഈമാനു യസീദു വ യഖ്സുറു. അതായത് നമ്മുടെ ഈമാൻ നമ്മുടെ ഈമാൻ കുറയുകയും കൂടുകയും ചെയ്യും സ്വഹാബായെന്ന് ഹബീബായ തങ്ങളുടെ സ്വഹാബാക്കളോട് പറയുന്നുണ്ട്. എന്നിട്ട് ഹബീബായ തങ്ങളുടെ ഒരു ഉദാഹരണം സ്വഹാബാക്കളോട് പറയുകയാണ്, സ്വഹാബ, നാം ഒരു വസ്ത്രം വാങ്ങിയാൽ ആ വസ്ത്രം ധരിച്ച് അലക്കി വീണ്ടും ധരിക്കും. അങ്ങനെ അലക്കി വീണ്ടും ധരിക്കാൻ ഒരുപാട് നാളുകൾ ആ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആ വസ്ത്രം ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ നിരൂപിപ്പോകുമല്ലോ. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈമാൻ സ്വഹാബായും ഹബീബായ തങ്ങളുടെ സ്വഹാബാക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, നാം ചിന്തിക്കണം, നമ്മുടെ ഈമാൻ എന്ന് പറയുന്നത് അത് എല്ലാ സമയത്തും സ്ഥിരമായി ഉണ്ടായിരിക്കുന്നതല്ല, അത് നമ്മളിൽ നിന്ന് കുറഞ്ഞു പോകും. അതുകൊണ്ട് നാം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഹബീബായ തങ്ങൾ നമുക്ക് പഠിപ്പിച്ച ഒരുപാട് നല്ല നല്ല കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ മാത്രമേ നമ്മുടെ